ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്ന ഒരു ടീമാണിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ്. 5 മത്സരത്തിൽ 4ലും തോറ്റ CSK 9ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഈ പ്രാവശ്യം വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെ CSKയ്ക്ക് മറ്റൊരു വെല്ലുവിളി കൂടി വന്നിരിക്കുകയാണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായി. സീസണിൽ മോശം ഫോമിലായിരുന്നു ഋതുരാജ് ഉണ്ടായിരുന്നത്. ഇതിനിടെയാണിപ്പോൾ പരിക്കുമേറ്റിരിക്കുന്നത്. നായകൻ എന്ന നിലയിൽ കാര്യമായി പ്രകടനം നടത്താൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. ഋതുരാജ് പരിക്കേറ്റ് പുറത്തായതോടെ നായക സ്ഥാനത്തേക്ക് MS ധോണിയും തിരിച്ചെത്തും. നായകൻ എന്ന നിലയിൽ ധോണി എത്തുന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ 43-കാരനായ ധോണി ക്യാപ്റ്റനാകുമ്പോൾ പഴയ അത്ഭുതം ആവർത്തിക്കാനാകുമോ എന്ന ചോദ്യവും ബാക്കിയായി നിലനിൽക്കുകയാണ്. ധോണി ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ട് ഇറങ്ങുന്നതിനെതിരെയും ജയിപ്പിക്കാൻ ശ്രമിക്കാത്ത ബാറ്റിംഗ് പ്രകടനത്തിനെതിരെയും വിമർശനം ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അതിനാലാണ് ധോണി വീണ്ടും ക്യാപ്റ്റനാവുന്നത്. പക്ഷെ ധോണിക്ക് വീണ്ടും നായകനാകുവാൻ യാതൊരു മടിയുമില്ലെന്നും പറഞ്ഞപ്പോഴേ സമ്മതിച്ചുവെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടീമിന്റെ പരിശീലകനായിട്ടുള്ള സ്റ്റീഫൻ ഫ്ലെമിംഗ്. ഒട്ടുമിക്ക ക്രിക്കറ്റ് താരങ്ങളും 40 വയസ്സിന് ശേഷം കമന്റേറ്ററായോ അവതാരകനായോ ആണ് കാണപ്പെടാറുള്ളത്. പക്ഷേ ധോണി 43ലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനമായിരുന്നു ധോണി നടത്തുന്നത്. മിന്നും സ്റ്റംപിങ്ങുകൾ ഇപ്പോഴും നടത്താൻ താരത്തിന് കഴിയുന്നുണ്ട്. ബാറ്റുകൊണ്ട് ഭേദപ്പെട്ട പ്രകടനമായിരുന്നു ധോണി പുറത്തെടുക്കുന്നത്. വീണ്ടും നായകനായി ധോണി എത്തുന്നത് വലിയ പ്രതീക്ഷയാണ് ടീമിനും അതുപോലെ ആരാധകർക്കും നൽകുന്നത്. ധോണി ഇപ്പോഴും ടീമിന്റെ നായകനാകാൻ തയ്യാറാവുന്നത് ടീമിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നായകസ്ഥാനം ഏറ്റെടുക്കാൻ യാതൊരു മടിയും ധോണിക്കുണ്ടായിരുന്നില്ല. അതിനാൽ ധോണി വീണ്ടും നായകസ്ഥാനത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നും അദ്ദേഹം വെളിപ്പെടുത്തി.